ശാന്തി 27/4/24 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയിൽ നിന്നും ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്നിവയുടെ സമ്പത്ത് നേടുന്നതിനായി വന്നിരിക്കുന്നു. ഈശ്വരീയ മതമനുസരിച്ച് നടക്കുന്നതിലൂടെ തന്നെയാണ് ബാബയുടെ സമ്പത്ത് ലഭിക്കുന്നത്. ചോദ്യം: ബാബ എല്ലാ കുട്ടികൾക്കും വികൽപ്പ ജീത് ആകുന്നതിന് ഏതൊരു യുക്തിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? ഉത്തരം: വികൽപ്പ ജീത് ആകുന്നതിനായി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സഹോദര ദൃഷ്ടിയോടെ നോക്കൂ. ശരീരത്തെ നോക്കുന്നതിലൂടെ വികൽപ്പം വരുന്നു. അതിനാൽ ഭൃഗുടിയിൽ സഹോദര ആത്മാവിനെ നോക്കൂ. പാവനം ആകണമെങ്കിൽ ഈ ദൃഷ്ടി ഉറപ്പിക്കൂ. നിരന്തരം പതീത പാവനായ ബാബയെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ തുരുമ്പ് നീങ്ങും, സന്തോഷത്തിൻ്റെ രസം കയറും, വികൽപ്പങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കുകയും ചെയ്യും. ഓം ശാന്തി. ശിവഭഗവാനുവാച. തൻ്റെ സാലിഗ്രാമങ്ങളെ പ്രതി. ശിവഭഗവാനുവാച ആയതിനാൽ തീർച്ചയായും ശരീരം ഉണ്ടായിരിക്കും. അപ്പോഴേ വാച ഉണ്ടാവുകയുള്ളൂ. സംസാരിക്കുന്നതിനായി വായ് തീർച്ചയായും ആവശ്യമാണ്. കേൾക്കുന്നവർക്കും കാത് തീർച്ചയായും വേണം. ആത്മാവിന് കാതും വായും വേണം. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈശ്വരീയ മതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ രാമമതം എന്ന് പറയുന്നു. മറ്റുള്ളവർ രാവണ മതത്തിലാണ്. ഈശ്വരീയ മതവും ആസുരീയ മതവും. ഈശ്വരീയ മതം പകുതി കൽപ്പം നടക്കുന്നു. ബാബ ഈശ്വരീയ മതം നൽകി നിങ്ങളെ ദേവതയാക്കുന്നു. പിന്നെ സത്യത്രേതായുഗങ്ങളിൽ ആ മതം തുടരുന്നു. അവിടെ ജന്മങ്ങളും കുറവാണ്, കാരണം യോഗികൾ ആയവരാണ്. ദ്വാപര കലിയുഗത്തിൽ രാവണ മതമാണ്. ഇവിടെ ജന്മവും വളരെയധികമുണ്ട്, കാരണം ഭോഗികളാണ്. അതിനാൽ ആയുസ്സും കുറയുന്നു. വളരെയധികം സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നു, വളരെ ദുഃഖിതരുമാകുന്നു. രാമമതത്തിലുള്ളവർ പിന്നെ രാവണ മതത്തിലുള്ളവരുമായി ചേരുന്നു. അപ്പോൾ മുഴുവൻ ലോകത്തിൻ്റെയും രാവണ മതമാകുന്നു. പിന്നെ ബാബ വന്ന് സർവർക്കും രാമമതം നൽകുന്നു. സത്യയുഗത്തിൽ രാമമതമാണ്, ഈശ്വരീയ മതമാണ്. അതിനെ സ്വർഗം എന്ന് പറയുന്നു. ഈശ്വരീയ മതം ലഭിക്കുന്നതിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപനയുണ്ടാകുന്നു, പകുതി കൽപ്പത്തേക്ക് വേണ്ടി. അത് പൂർത്തിയാകുമ്പോൾ രാവണ രാജ്യമുണ്ടാകുന്നു. അതിനെ ആസുരീയ മതം എന്ന് പറയുന്നു. ഇപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, നമ്മൾ ആസുരീയ മതത്തിലൂടെ എന്താണ് ചെയ്തിരുന്നത്? ഈശ്വരീയ മതത്തിലൂടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുൻപ് നരകവാസി ആയിരുന്നത് പോലെയാണ്, പിന്നെ സ്വർഗവാസിയാകുന്നു ശിവാലയത്തിൽ. സത്യത്രേതായുഗങ്ങളെ ശിവാലയം എന്ന് പറയുന്നു. ഏത് നാമത്താൽ സ്ഥാപിതമാകുന്നുവോ തീർച്ചയായും ആ ഒന്നിൻ്റെ നാമവും വയ്ക്കും. അപ്പോൾ അത് ശിവാലയമാണ്. അവിടെ ദേവതമാർ വസിക്കുന്നു. രചയിതാവായ ബാബ തന്നെയാണ് നിങ്ങളെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് രചിക്കുന്നത്? അതും കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു. മുഴുവൻ രചനയും ഈ സമയത്ത് ആ ഒന്നിനെ വിളിക്കുന്നു, ഹേ പതീത പാവന അഥവാ ഹേ ലിബറേറ്റർ, രാവണൻ്റെ രാജ്യത്തിൽ നിന്നും അഥവാ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നവനെ. ഇപ്പോൾ നിങ്ങൾ സുഖത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഇതിനെ ദുഃഖമായി മനസ്സിലാക്കുന്നു. അല്ലാത്ത പക്ഷം പലരും ഇതിനെ ദുഃഖമായി മനസ്സിലാക്കുന്നില്ല. ബാബ ഏതുപോലെ നോളജ് ഫുള്ളാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. നിങ്ങളും നോളജ് ഫുൾ ആകുന്നു. ബീജത്തിൽ വൃക്ഷത്തിൻ്റെ നോളജ് ഉണ്ടല്ലോ. എന്നാൽ അത് ജഡമാണ്, അഥവാ ചൈതന്യം ആയിരുന്നുവെങ്കിൽ പറഞ്ഞേനെ. നിങ്ങൾ ചൈതന്യ വൃക്ഷത്തിലേതാണ്. അതിനാൽ വൃക്ഷത്തെയും അറിയുന്നു. ബാബയെ പറയുന്നത് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം സച്ചിത് ആനന്ദ സ്വരൂപം എന്നാണ്. ഈ വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തിയും പാലനയും എങ്ങനെ ഉണ്ടാകുന്നു ഇതാരും അറിയുന്നില്ല. പുതിയ വൃക്ഷം ഉൽപ്പന്നമാകുന്നു എന്നല്ല. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. പഴയ വൃക്ഷത്തിലുള്ള മനുഷ്യർ വിളിക്കുന്നു, വന്ന് രാവണനിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ.
കാരണം ഈ സമയം രാവണ രാജ്യമാണ്. മനുഷ്യർ രചയിതാവിനെയോ രചനയെയോ അറിയുന്നില്ല. സ്വയം ബാബ പറഞ്ഞു തരികയാണ്, ഞാൻ ഒരേ ഒരു തവണ ഹെവൻ ഉണ്ടാക്കുന്നു, ഹെവനു ശേഷം പിന്നെ ഹെൽ ആകുന്നു. രാവണൻ്റെ വരവിലൂടെ പിന്നെ വാമമാർഗത്തിലേക്ക് പോകുന്നു. സത്യയുഗത്തിൽ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. നിങ്ങളിവിടെ വന്നിരിക്കുകയാണ് ബാബയിൽ നിന്നും ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്നിവയുടെ സമ്പത്ത് നേടുവാൻ. കാരണം സ്വർഗത്തിൽ ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ മനസ്സിലുണ്ട്, നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ പുരുഷോത്തമ സംഗമയുഗത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്നു. പേരു തന്നെ എത്ര നല്ലതാണ്. മറ്റൊരു യുഗത്തെയും പുരുഷോത്തമം എന്ന് പറയുന്നില്ല. അതിലാണെങ്കിൽ പടികൾ താഴെ ഇറങ്ങി വരുന്നു. ബാബയെ വിളിക്കുകയും ചെയ്യുന്നു, സമർപ്പണവും ചെയ്യുന്നു. എന്നാൽ ബാബ എപ്പോൾ വരും എന്നതിൻ്റെ അറിവുണ്ടായിരിക്കുന്നില്ല. ഓ ഗോഡ് ഫാദർ, ലിബറേറ്റ് ചെയ്യൂ, ഗൈഡ് ആകൂ എന്ന് വിളിക്കുന്നു. ലിബറേറ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായും വരേണ്ടി വരും, പിന്നെ ഗൈഡായി കൊണ്ടുപോകേണ്ടി വരും. പിതാവ് കുട്ടികളെ വളരെ നാളുകൾക്ക് ശേഷം കാണുകയാണെങ്കിൽ വളരെ സന്തോഷിക്കും. അത് പരിധിയുള്ള പിതാവാണ്. ഇത് പരിധിയില്ലാത്ത പിതാവാണ്. ബാബ ക്രിയേറ്ററാണ്. രചിച്ച ശേഷം പിന്നെ അതിൻ്റെ പാലനയും ചെയ്യുന്നു. പുനർജന്മം എടുക്കേണ്ടി വരുന്നു. ചിലർക്ക് 10 ചിലർക്ക് 12 കുട്ടികളുണ്ടായിരിക്കും. എന്നാൽ അതെല്ലാം പരിധിയുള്ള സുഖമാണ്. അത് കാഷ്ടത്തിന് സമാനമാണ്. തമോ പ്രധാനമായി മാറുന്നു. തമോ പ്രധാനത്തിൽ സുഖം വളരെ കുറവാണ്. നിങ്ങൾ സതോ പ്രധാനമാകുന്നു. അപ്പോൾ വളരെയധികം സുഖമുണ്ടായിരിക്കും. സതോ പ്രധാനം ആകുന്നതിനുള്ള യുക്തി ബാബ വന്ന് പറഞ്ഞു തരുന്നു. ബാബയെ ഓൾമൈറ്റി അതോറിറ്റി എന്ന് പറയുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നു ഗോഡ് ഓൾമൈറ്റി അതോറിറ്റിയാണ്. അപ്പോൾ എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യാൻ സാധിക്കും. മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കും എന്നല്ല. ഒരു തവണ ആരോ എഴുതി, അഥവാ അങ്ങ് ഭഗവാനാണെങ്കിൽ ഈച്ചയെ ജീവിപ്പിച്ച് കാണിക്കൂ. ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾക്ക് ബാബ ശക്തി നൽകുന്നു. അതിലൂടെ നിങ്ങൾ രാവണൻ്റെ മേൽ ജയം നേടുന്നു. വാനരനിൽ നിന്നും ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരാകുന്നു. അവർ പിന്നെ എന്തെല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങളെല്ലാ സീതമാരും ഭക്തരാണ്. നിങ്ങൾ ഏവരെയും രാവണനിൽ നിന്നും മോചിപ്പിച്ചു. രാവണനിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും സുഖം ലഭിക്കുക സാധ്യമല്ല. ഈ സമയത്ത് എല്ലാവരും രാവണൻ്റെ ജയിലിലാണ്. രാമൻ്റെ ജയിലിൽ എന്ന് പറയില്ല. രാമൻ വരുന്നത് രാവണൻ്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കാനാണ്. 10 തലയുള്ള രാവണനെ ഉണ്ടാക്കുന്നു. അതിന് 20 കൈകൾ കാണിച്ചിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, 5 വികാരം പുരുഷനിലും 5 വികാരം സ്ത്രീയിലുമുണ്ട്. അതിനെ പറയുന്നത് രാവണ രാജ്യം അഥവാ 5 വികാരങ്ങളാകുന്ന മായയുടെ രാജ്യം എന്നാണ്. ഇവരുടെ അടുക്കൽ വളരെയധികം മായയുണ്ട്. മായയുടെ ലഹരി കയറിയിരിക്കുകയാണ് എന്ന് പറയുകയില്ല. അങ്ങനെയല്ല. ധനത്തെ മായ എന്ന് പറയില്ല, ധനത്തെ സമ്പത്ത് എന്ന് പറയുന്നു. കുട്ടികളായി നിങ്ങൾക്ക് സമ്പത്തും മറ്റും ധാരാളം ലഭിക്കുന്നു. നിങ്ങൾക്ക് ഒന്നും യാചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പഠനമാണ്. പഠനത്തിൽ യാചന ഉണ്ടാകാറുണ്ടോ? ടീച്ചർ എന്ത് പഠിപ്പിക്കുമോ അത് സ്റ്റുഡൻറ്റ് പഠിക്കും. ആര് എത്ര പഠിക്കുമോ അത്രയും നേടും. യാചനയുടെ കാര്യമില്ല. ഇതിൽ പവിത്രതയും ആവശ്യമാണ്. ഒരു വാക്കിൻ്റെ പോലും വാല്യൂ നോക്കൂ, എത്രയാണുള്ളത്. പദമാപദം. ബാബയെ തിരിച്ചറിഞ്ഞു, ഓർമ്മിക്കൂ. ബാബ തിരിച്ചറിവ് നൽകി. ഏതുപോലെ ആത്മാവ് ബിന്ദുവാണ്, അതേപോലെ ഞാനും ആത്മാവ് ബിന്ദുവാണ്. അത് എവർ പവിത്രമാണ്. ശാന്തിയുടെയും ജ്ഞാനത്തിൻ്റെയും പവിത്രതയുടെയും സാഗരമാണ്. ഒന്നിൻ്റെ തന്നെ മഹിമയാണുള്ളത്. സർവർക്കും അവരവരുടേതായ പൊസിഷനുണ്ട്. കണങ്ങളിൽ ഭഗവാനുണ്ട് എന്ന നാടകവും ഉണ്ടാക്കിയിരിക്കുന്നു. ആര് നാടകം കണ്ടിട്ടുണ്ടാകുമോ അവർ അറിയുന്നുണ്ടാകും. ആരാണോ മഹാവീരന്മാരായ കുട്ടികൾ അവരോട് ബാബ പറയുന്നു,
നിങ്ങൾ എവിടെ പോയാലും കേവലം സാക്ഷിയായി നോക്കണം. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ രാമരാജ്യം സ്ഥാപിച്ച് രാവണ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. അവർ പരിധിയുള്ള കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ശിവശക്തി സേനയാണ്. ശിവൻ ഓൾമൈറ്റി ആണല്ലോ. ശിവന്റെ ശക്തി നേടുന്ന ശിവന്റെ സേന നിങ്ങളാണ്. അവരും ശിവസേന എന്ന നാമം വച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് നാമം വയ്ക്കട്ടെ? നിങ്ങളുടെ നാമം വച്ചിരിക്കുന്നത് പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ എന്നാണ്. എല്ലാവരും ശിവന്റെ സന്താനമാണ്. മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾ ആ ഒന്നിൻ്റെ സന്താനമാണ്. ശിവനിൽ നിന്നും നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. ശിവബാബ നിങ്ങളെ ജ്ഞാനം പഠിപ്പിക്കുന്നു. ആ ഒന്നിൽ നിന്നും നിങ്ങൾക്ക് ഇത്രയും ശക്തി ലഭിക്കുന്നു. അതിലൂടെ പകുതി കൽപ്പം നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാജ്യം ഭരിക്കുന്നു. നിങ്ങളുടേത് യോഗബലത്തിൻ്റെ ശക്തിയാണ്. അവരുടേത് ബാഹുബലമാണ്. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പാടപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പഠിക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിലൂടെ പാരഡൈസ് സ്ഥാപിതമായിരുന്നു. ക്രൈസ്റ്റിന് ഇത്രയും വർഷം മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അത് എങ്ങനെ ഉണ്ടായി? യോഗത്തിലൂടെ. നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ള സന്യാസിമാരാണ്. അവർ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. ഡ്രാമയനുസരിച്ച് ഓരോരുത്തർക്കും പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ ബിന്ദുവിൽ എത്ര പാർട്ടാണുള്ളത്? ഇതിനെ പ്രകൃതിയാ ഉള്ളത് എന്ന് പറയും. ബാബ എവർ ശക്തിവാൻ ഗോൾഡൻ ഏജ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആ ഒന്നിൽ നിന്നും ശക്തി നേടുന്നു. ഡ്രാമയിൽ ഇതും ഉണ്ടാക്കപ്പെട്ടതാണ്. 1000 സൂര്യന്മാരെക്കാൾ തേജോമയമാണ് എന്നല്ല. ആർക്ക് ഏതൊരു ഭാവനയുണ്ടായിരിക്കുമോ ആ ഭാവനയോടെ കാണുന്നു. കണ്ണുകൾ ചുവക്കുന്നു. നിർത്തു, എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ബാബ പറയുന്നു, അതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സംസ്കാരമാണ്. ഇത് നോളജാണ്. ഇതിൽ പഠിക്കേണ്ടതുണ്ട്. ബാബ ടീച്ചറുമാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഹിയർ നോ ഈവിൾ. മനുഷ്യർക്കറിയില്ല ഇതാരാണ് പറഞ്ഞത്. മുൻപ് വാനരൻ്റെ ചിത്രം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ മനുഷ്യരുടേത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയും നളിനി എന്ന പുത്രിയുടേത് ഉണ്ടാക്കി ചേരുന്നു. മനുഷ്യർക്ക് ഭക്തിയുടെ എത്ര ലഹരിയാണുള്ളത്. ഭക്തിയുടെ രാജ്യമാണല്ലോ ഇപ്പോഴുള്ളത്. ജ്ഞാനത്തിൻ്റെ രാജ്യമാണ്. വ്യത്യാസമുണ്ടാകുന്നു. കുട്ടികൾക്കറിയാം, തീർച്ചയായും ജ്ഞാനത്തിലൂടെ വളരെ സുഖമുണ്ടാകുന്നു. പിന്നെ ഭക്തിയിലൂടെ പടികൾ താഴെ ഇറങ്ങുന്നു. നമ്മൾ ആദ്യം സത്യയുഗത്തിൽ പോകുന്നു, പിന്നെ പേനിനെ പോലെ താഴെ ഇറങ്ങുന്നു. 1250 വർഷമാകുമ്പോൾ 2 കല കുറയുന്നു. ചന്ദ്രൻ്റെ ഉദാഹരണമുണ്ട്. ചന്ദ്രനെ ഗ്രഹണം ബാധിക്കുന്നു. കലകൾ കുറയുവാൻ തുടങ്ങുന്നു. പിന്നെ പതുക്കെ പതുക്കെ കലകൾ വർദ്ധിക്കുന്നു. അപ്പോൾ 16 കല ആകുന്നു. അത് അല്പകാലത്തിൻ്റെ കാര്യമാണ്. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത കാര്യമാണ്. ഈ സമയത്ത് എല്ലാവരിലും രാഹുവിൻ്റെ ഗ്രഹണമാണ്. ഉയർന്നതിലും ഉയർന്നതാണ് ബൃഹസ്പതിയുടെ ദശ. താഴ്ന്നതിലും താഴ്ന്നതാണ് രാഹുവിൻ്റെ ദശ. പൂർണ്ണമായും പാപ്പരാകുന്നു. ബൃഹസ്പതിയുടെ ദശയിലൂടെ നമ്മൾ കയറുന്നു. അവർ പരിധിയില്ലാത്ത ബാബയെ അറിയുന്നില്ല. ഇപ്പോൾ രാഹുവിൻ്റെ ദശ എല്ലാവരിലും തീർച്ചയായും ഉണ്ട്. ഇത് നിങ്ങൾ അറിയുന്നു, മറ്റാരും അറിയുന്നില്ല. രാഹുവിൻ്റെ ദശ തന്നെയാണ് ഇൻസോൾവെൻ്റ് ആക്കുന്നത്. ബൃഹസ്പതിയുടെ ദശയിലൂടെ സോൾവെൻ്റ് ആകുന്നു. ഭാരതം എത്ര സോൾവെൻ്റ് ആയിരുന്നു. ഒരേ ഒരു ഭാരതമാണ് ഉണ്ടായിരുന്നത്. സത്യയുഗത്തിൽ രാമരാജ്യമാണ്, പവിത്ര രാജ്യമാണ്. അതിന് മഹിമയുണ്ട്. അപവിത്ര രാജ്യത്തിലുള്ളവർ പാടുന്നു, നിർഗുണനായ എന്നിൽ ഒരു ഗുണവുമില്ല എന്ന്. നിർഗുണ പ്രസ്ഥാനം എന്ന പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. ഈ മുഴുവൻ ലോകവും നിർഗുണ പ്രസ്ഥാനമാണ്. ഒരാളുടെ കാര്യമല്ല.
കുട്ടികളെ എല്ലായ്പ്പോഴും മഹാത്മാവ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ പിന്നെ പറയുന്നു ഒരു ഗുണവുമില്ല. മുഴുവൻ ലോകവും ഇതാണ്. ഇതിൽ ഒരു ഗുണവും ഇല്ലാത്തത് കാരണം രാഹുവിൻ്റെ ദശ ഇരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ദാനം നൽകൂ, അപ്പോൾ ഗ്രഹണം മാറും. ഇപ്പോൾ എല്ലാവർക്കും പോകേണ്ടതുണ്ടല്ലോ. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. പവിത്രമാകാത്തത് കാരണം തിരികെ പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബ പവിത്രമാകാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. പലരും പറയുന്നുണ്ട്, ബാബ നമ്മൾ മറന്നു പോകുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പതീത പാവനായ ബാബയെ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പാവനമാകും? ചിന്തിക്കൂ, എന്താണ് ഈ പറയുന്നത്? മൃഗങ്ങൾ പോലും ഒരിക്കലും പറയില്ല നമ്മൾ പിതാവിനെ മറന്നു പോകുന്നു എന്ന്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത പിതാവാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് പരിധിയില്ലാത്ത സമ്പത്ത് നേടുവാനാണ്. നിരാകാരനായ ബാബ സാകാരത്തിൽ വരുമ്പോഴാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇത് ബാബ് ദാദായാണ്. രണ്ടുപേരുടെയും ആത്മാവ് ഈ ഭൃഗുടിയുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ ബാബ് ദാദ എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും രണ്ട് ആത്മാക്കളും ഉണ്ടാകും, ശിവബാബയുടെയും ബ്രഹ്മാവിൻ്റെയും ആത്മാവ്. നിങ്ങൾ ഏവരും പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് നോളജ് ലഭിക്കുമ്പോൾ അറിയുന്നു നമ്മൾ സഹോദരന്മാരാണ്. പിന്നെ പ്രജാപിത ബ്രഹ്മാവിലൂടെ നമ്മൾ സഹോദരി സഹോദരന്മാരാകുന്നു. ഈ ഓർമ്മ ഉറച്ചതായിരിക്കണം. എന്നാൽ ബാബ കാണുന്നുണ്ട് സഹോദരി സഹോദരന്മാരിലും നാമരൂപങ്ങളുടെ ആകർഷണം ഉണ്ടാകുന്നു. വളരെ പേർക്ക് വികല്പം വരുന്നു. ശരി, ശരീരത്തെ കാണുമ്പോഴാണ് വികല്പം വരുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സഹോദര ദൃഷ്ടിയോടെ നോക്കൂ. ആത്മാക്കൾ ഏവരും ബ്രദേഴ്സാണ്. ബ്രദേഴ്സ് ആണെന്നിരിക്കെ പിതാവ് തീർച്ചയായും വേണം. സർവരുടേതും ഒരു പിതാവാണ്. സർവരും പിതാവിനെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, സദോ പ്രധാനം ആകണമെങ്കിൽ എന്നെ മാത്രം ഓർമ്മിക്കൂ. എത്രത്തോളം ഓർമ്മിക്കുമോ അപ്പോൾ തുരുമ്പ് നീങ്ങിക്കൊണ്ടിരിക്കും. സന്തോഷത്തിൻ്റെ രസം കയറും, ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ശരി, മധുരമധുരമായ സിക്കിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകി സ്വയം തന്നെ സമ്പന്നൻ ആക്കണം. യാതൊന്നും യാചിക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയുടെയും പവിത്രതയുടെ ധാരണയിലൂടെയും പദമാപദം പതി ആകണം. രാഹുവിൻ്റെ ഗ്രഹണത്തിൽ നിന്നും മുക്തമാകുന്നതിനായി വികാരങ്ങളെ ദാനം നൽകണം. ഹിയർ നോ ഈവിൾ. ഏത് കാര്യങ്ങളിലൂടെ പടികൾ താഴെ ഇറങ്ങിയോ നിർഗുണമായോ അവയെ ബുദ്ധി കൊണ്ട് മറക്കണം. വരദാനം: ആദ്യം താങ്കൾ എന്ന മന്ത്രത്തിലൂടെ സർവരുടെയും സ്വമാനം പ്രാപ്തമാക്കുന്ന വിനയമുള്ളവരും മഹാനുമായി ഭവിക്കട്ടെ. ഈ മഹാമന്ത്രം സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ. വിനയമുള്ളവർ തന്നെയാണ് സർവ മഹാൻ. ആദ്യം താങ്കൾ എന്ന് പറയുന്നത് തന്നെയാണ് സർവരിൽ നിന്നും സ്വമാനം പ്രാപ്തമാക്കുന്നതിൻ്റെ ആധാരം. മഹാനാകുന്നതിൻ്റെ ഈ മന്ത്രം വരദാന രൂപത്തിൽ സദാ കൂടെ വയ്ക്കണം. വരദാനങ്ങളിലൂടെ തന്നെ പാലിക്കപ്പെട്ട് പറന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. പ്രയത്നിക്കുന്നത് വരദാനങ്ങളെ കാര്യത്തിൽ ഉപയോഗിക്കാത്തപ്പോഴാണ്. അഥവാ വരദാനങ്ങളാൽ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, വരദാനങ്ങളെ കാര്യത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ പ്രയത്നം സമാപ്തമാകും. സദാ സഫലതയുടെയും സന്തുഷ്ടതയുടെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. സ്ലോഗൻ: മുഖത്തിലൂടെ സേവനം ചെയ്യുന്നതിനായി തൻ്റെ പുഞ്ചിരിക്കുന്ന രമണീകവും ഗൗരവം ഉള്ളതുമായ സ്വരൂപം എമർജ് ചെയ്യൂ.
ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവാൻ എന്ന സങ്കല്പത്തിൽ ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ഉയർന്ന സ്ഥിതി എന്നെ ഉപരാമമാക്കുന്നു. ഈ ദേഹത്തിലിരിക്കെ ഉപരാമ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹവും ദേഹിയും രണ്ടാണെന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതിയുടെ അനുഭവം എന്നെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാക്കുന്നു. സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ഈ വേറിട്ട സ്ഥിതിയിലൂടെ എനിക്ക് സഹജമായി ഒരു സെക്കൻഡിൽ ബിന്ദു രൂപമായി മാറാൻ സാധിക്കുന്നു. ബിന്ദു രൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ഈ ബിന്ദുരൂപസ്ഥിതി എന്നിൽ സഹജമായി ബിന്ദുരൂപനായ ബാബയുടെ സ്മൃതി വരുത്തുകയാണ്. അതിവേറിട്ടതും പ്രിയപ്പെട്ടതുമായ ബിന്ദുരൂപമായ ബാബയുടെ സന്താനമാണ് ഞാൻ എന്ന നിശ്ചയപൂർണ സ്മൃതി എന്നിൽ ബാബയിലേക്ക് ഒരു അലൗകിക ആകർഷണവും നിസ്സീമമായ സ്നേഹവും വരുത്തുന്നു. ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനുമായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി
കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്കും ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്.